അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്തോഷ് കുമാർ, താങ്കൾ ഈ വിഷയം എന്താണ് NIA അന്വേഷണമൊക്കെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, സഭയിൽ ഉന്നയിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ ഓരോ സ്പോട്ടായി തിരിച്ചപ്പോൾ നമ്പർ 6 എന്ന സ്പോട്ടിൽ നിന്നാണ് മനുഷ്യൻ്റേത് എന്ന് സംശയിക്കുന്ന ചില അസ്ഥി ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കട്ടെ. എന്തായാലും ഈ സാക്ഷി പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നതിൻ്റെ ആദ്യ സൂചനയെ നമുക്കിതിനെ കാണാമോ? ഉറപ്പായിട്ടും സാക്ഷി പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്നുള്ളതിന്റെ സൂചനകള് വാസ്തവത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ SIT ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശ്വസ്തരായിരിക്കുന്ന ഓഫീസേഴ്സാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ SIT രൂപീകരിച്ചിട്ട് അന്വേഷണം തുടങ്ങാമായിരുന്നു. ഇതിന്റെ വെളിപ്പെടുത്തലിന് ശേഷം കുറേയധികം ദിവസം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്തായിരുന്നാലും ഈ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന എണ്ണം വളരെ ഭീകരമായ നമ്പറാണ് നമുക്കറിയാം. പക്ഷെ ഒരാളാണെങ്കിൽ പോലും അന്വേഷണം അടക്കേണ്ടതല്ലേ? പലരും ചോദിച്ചു, അത് ഒരു ഒറ്റപ്പെട്ട സംഭവം ആണല്ലോ എന്നുള്ള മട്ടിലൊക്കെ. അങ്ങനെയല്ല, ഒരു വ്യക്തിയാണെങ്കിൽ പോലും നീതി കിട്ടേണ്ടതില്ലേ? നിരവധി കേസുകളാണ്. ആ കേസുകളുടെ ഫലമായി മാനസിക സമ്മർദ്ദത്തിൽ അടിപ്പെട്ട് രോഗം പിടിപെട്ട് ആളുകൾ പോലും ഉണ്ട് പല കുടുംബങ്ങളിലും. കാരണം ഒരു വിവരവുമില്ല. ഇതൊരു റിപ്പബ്ലിക് ഓഫ് ധർമ്മസ്ഥല എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടപ്പോ പൊതുവിൽ കർണാടകത്തിലെ മീഡിയ ഒന്നും നമ്മുടെ മലയാള മീഡിയ എടുത്തതുപോലെ താല്പര്യമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ അതൊരു എല്ലാവരും സംസാരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്വതന്ത്രാനന്തര ഇന്ത്യയിലാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കേണ്ടതാണ്. എന്തായിരുന്നാലും ഇതൊരു ദീർഘമായ പ്രക്രിയ കൂടിയാണല്ലോ. ഇത് കണ്ട അടിസ്ഥാനത്തിൽ ഈ കേസുകളുടെ അന്വേഷണം നടത്തേണ്ടി വരും. അങ്ങനെ അന്വേഷണത്തിന് ശേഷം ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടി വരും. എക്യൂഷനെ കണ്ടെത്തുവാൻ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഒരു പ്രിലിമിനറി സ്റ്റേജ് മാത്രമാണ്. ഒരു നിമിഷം പോലും വൈകിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമ്മുടെ എല്ലാവരുടെയും പിന്തുണ വേണം. ഞാൻ ആ കത്ത് കൊടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ധർമ്മസ്ഥലി എന്ന് പറയുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തെ തകർക്കാനുള്ള ചില ശ്രമമെന്നൊക്കെ ചിലർ ദുർവ്യാഖ്യാനി നേരത്തെ. അങ്ങനെയല്ലാതെ വിശ്വാസമൊക്കെ അതിന്റെ വഴിക്ക് ഭംഗിയായി നടന്നോട്ടെ. ഞങ്ങളെല്ലാം വിശ്വാസത്തിന് അനുകൂലമാണ്. അതിന് എല്ലാ സ്വാതന്ത്ര്യവും കിട്ടണം. പക്ഷെ ആ സ്ഥലത്തിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസികളായിരിക്കുന്നവരും കൂടെ നല്ലതുപോലെ അണിനിരക്കേണ്ട ഒരു കാര്യമാണിത്. വിശ്വാസികളുടെ പേരിൽ ഒരു കൂട്ടം നടത്തുന്ന ഒരു ക്രൂരതയായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇതിനെ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. ഈ അസ്ഥികൂടങ്ങൾ ഓരോന്ന് കണ്ടെത്തുമ്പോഴും അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണല്ലോ. ആമലയിൽ അത് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്വേഷണം എല്ലാ അർത്ഥത്തിലും ഭംഗിയായി പോകട്ടെ. നമ്മളെല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാവണം. ശരി, വളരെ നന്ദി ശ്രീ സന്തോഷ് കുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഇതിൽ ചില പ്രധാനപ്പെട്ട സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്പോട്ട് 6 എന്ന് മാർക്ക് ചെയ്ത ആ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൂടം ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി അതിൽ കൂടുതൽ ഉറപ്പിക്കൽ, ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. അതിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.